കർണാടകയിൽ ഇലക്ഷൻ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അത് ബാലറ്റ് വഴിയാണ് എന്ന് കേൾക്കുന്നു. അല്ല, കർണാടകയിൽ ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. കർണാടകയിൽ ഉടൻ വരാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. കോർപ്പറേഷനുകൾ, ബാംഗ്ലൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് വഴി തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാന സർക്കാർ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനല്ല. ചിലരുടെ ധാരണ ഇതെല്ലാം നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണെന്നൊരു ധാരണയുണ്ട്. തെറ്റാണ്. ഓരോ സംസ്ഥാനങ്ങളുടെയും ലോക്കൽ ബോഡി ഇലക്ഷനുകൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുന്നത്. അപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് കർണാടക മന്ത്രിസഭ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു, ശുപാർശ കൊടുത്തിരിക്കുന്നു. ഇനി വരുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് നടത്തണം. ഇത് രാഹുൽ ഗാന്ധിയുടെ ആവശ്യമാണ്. കാരണം EVM വിശ്വാസമില്ല. EVMിൻ്റെ പേരിൽ ഇനി പറയാൻ വയ്യ. കാരണം സുപ്രീം കോടതി പറഞ്ഞു ഇനി മേലിൽ EVMും പറഞ്ഞെങ്ങാനും ഇങ്ങോട്ട് വന്നാൽ അടിച്ചിൻ്റെ മുട്ടുകാല് തല്ലി ഓടിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് EVM വിട്ടു. ഇപ്പോൾ വോട്ടർ പട്ടികയാണ്. വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ് സ്വന്തം മൂട്ടിക്കൊണ്ട അവസ്ഥയിൽ നടക്കുകയാണ്. പറഞ്ഞതെല്ലാം പൊളിഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും വയസ്സ് തെറ്റിപ്പോയവരും വീട്ടു നമ്പർ 0 ഒക്കെ എല്ലാ വോട്ടർ പട്ടികയിലും സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കോടിക്കണക്കിന് ആളുകളുടെ പേരുകൾ മനുഷ്യനിരുന്ന് ടൈപ്പ് ചെയ്ത് അല്ലേ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ന്യായമായ പിഴവുകളാണ്. ഇത് പരിഹരിക്കാൻ മാർഗമുണ്ട്. പരിഹരിക്കേണ്ട സമയത്ത് വോട്ടർ പട്ടികയുടെ കരട് ഉണ്ടാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കും. അപ്പോൾ അവർ ചൂണ്ടിക്കാട്ടി അവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ തിരുത്താനുള്ള അവകാശമുണ്ട്. ഒരു പാർട്ടിയും തിരുത്താത്തത് കൊണ്ടാണ് ഈ വോട്ടർ പട്ടിക ഇങ്ങനെ ആയത്. അല്ലാതെ മോദി അവിടെ ഇരുന്നിട്ട് എല്ലാ വോട്ടർ പട്ടികയിലും ഈ ആളുകളുടെ പേരും ഒക്കെ കുത്തിത്തിരിക്കി മാറ്റിയതുകൊണ്ടല്ല. സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു പിഴവാണ് വോട്ടർ പട്ടികയിലെ പേരിൻ്റെയും വീട്ടു നമ്പറിൻ്റെയൊക്കെ കാര്യത്തിലുണ്ടായിട്ടുള്ള പിശകുകൾ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരാശയം വീണ്ടും ബാലറ്റ് കൊണ്ടുവരണം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആശയം പ്രതീകാത്മകമായി നടപ്പാക്കാൻ കർണാടക തീരുമാനിക്കുകയാണ്. കർണാടക അതിനു വേണ്ടിയിട്ട് നിയമ ഭേദഗതി കൊണ്ടുവരുന്നൊക്കെയാണ് കർണാടക മന്ത്രി പറയുന്നത്. ഏതായാലും വരട്ടെ. അപ്പം ഞാൻ ആലോചിക്കുന്നത് രാജീവ് ഗാന്ധി സ്വന്തം അപ്പനെ തള്ളിപ്പറയുകയാണ് എന്നെൻ്റെ സംശയം. കാരണം ഞാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പന് പറഞ്ഞതൊന്നുമല്ല, തന്തയ്ക്ക് പുറക്കാഴുകയാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നത്. കാരണം രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ആളാണല്ലോ രാഹുൽ ഗാന്ധിയുടെ അച്ഛനായിട്ട് അറിയപ്പെടുന്നതെന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞത്. കാരണം വേറൊരു കഥയുണ്ട്. കാരണം ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. ഇത് ഒരു ബ്ലിറ്റ്സിൻ്റെ പത്രാധിപരായ ചൗധരി ഉണ്ടല്ലോ, ബ്ലിറ്റ്സിൽ പലതവണ എഴുതിയിട്ടുള്ളതാണ്. അതായത് ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഈ മരിച്ച ആളുടെ DNA പരിശോധിക്കണം. DNA എടുത്തിട്ട് അപ്പം കുറേ ആളുകൾ മരിച്ചു. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ശരീരഭാഗങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയണം. കാരണം മരിച്ച അപ്പം പലരുടെ മൃതദേഹാവസ്ഥകൾ കൂടിക്കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ DNA പരിശോധന നടത്തിയിട്ടാണ് ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. രാജീവ് ഗാന്ധിയുടെ മാത്രം എടുക്കണം. അതിനു വേണ്ടിയിട്ട് ആരുടെയെങ്കിലും മക്കളുടെ DNA സാമ്പിൾ തരാൻ പറഞ്ഞപ്പോൾ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ DNA അല്ല പ്രിയങ്ക ഗാന്ധിയുടെ DNA ആണ് കൊടുത്തതെന്നൊരു കഥയുണ്ട്. അതുകൊണ്ടാണ് അച്ഛനെന്നറിയപ്പെടുന്ന. കാരണം മിനിമം ബംഗ്ലാദേശിൽ നടന്ന ബ്ലിറ്റ്സ് എങ്കിലും ഈ ആക്ഷേപം സമീപകാലത്തും 1 മാസം മുമ്പ് ബ്ലിറ്റ്സ് വീണ്ടും പറഞ്ഞു ഈ ശ്രീപെരുമ്പത്തൂരിൽ സോണിയാഗാന്ധി മനഃപൂർവ്വം രാഹുലിൻ്റെ DNA പരിശോധനയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബ്ലിറ്റ്സിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലിറ്റ്സിൻ്റെ വാർത്തയാണ് നമ്മുടെ അല്ല, ബ്ലിറ്റ്സിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള രാജീവ് ഗാന്ധിയുടെ നയത്തെ തള്ളിപ്പറയുകയാണ് രാഹുൽ ഗാന്ധി. കാരണം 89-ലെ തെരഞ്ഞെടുപ്പിൽ ബൊഫോഴ്സ് അഴിമതി കേസെല്ലാം വലിയ വിവാദമായി. VP സിംഗ് അന്ന് രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ് പ്രതാപ് സിംഗ് കോൺഗ്രസ് വിട്ടു, വേറെ പാർട്ടി ഉണ്ടാക്കി. ജനതാദളിൻ്റെയൊക്കെ സർക്കാർ അധികാരത്തിൽ വന്നു. രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് തോറ്റുപോയി കഴിഞ്ഞ് രാജീവ് ഗാന്ധി ഒരു പ്രസംഗം നടത്തി. ഈ ഇലക്ഷൻ നടത്തേണ്ടത് കൂടുതൽ സുതാര്യമായിരിക്കണം, ഇങ്ങനത്തെ ഇലക്ഷൻ പാടില്ല, അതുകൊണ്ട് ഇനി ബാലറ്റ് പേപ്പർ വേണ്ട. ബാലറ്റ് പേപ്പറിന് പകരം നമുക്ക് എന്ത് വേണം? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വരണം. ലോകം മാറുകയാണ്, കാലഹരണപ്പെട്ടതാണ് ബാലറ്റ് മെഷീൻ, അതിന് വിശ്വാസ്യതയില്ല. മാത്രമല്ല വോട്ട് തിരിമറി നടക്കും. കാരണം നമ്മൾ ബൂത്ത് പിടുത്തമൊക്കെ പണ്ടുണ്ടായിരുന്നു. അതായത് ബൂത്തിലേക്ക് കുറേ ഗുണ്ടകൾ കയറി വരും, മൊത്തം ബാലറ്റും എടുത്തിട്ട് വോട്ട് കുത്തിയിട്ട് എല്ലാം കൂടെ അതിനകത്തിടും. അല്ലെങ്കിൽ വോട്ട് ഇടുന്നതിന് മുമ്പ് വോട്ട് ഇട്ട പെട്ടിയില്ലേ, വോട്ട് ബോക്സ്, അത് തട്ടിക്കൊണ്ടുപോകും. ഇതൊക്കെ പണ്ട് ബൂത്ത് റിഗ്ഗിങ് ഒക്കെ പണ്ട് വ്യാപകമായി നടക്കുമായിരുന്നു. പിന്നെ ബലമായി എല്ലായിടത്തും തോക്കുധാരികളായ ആളുകളൊക്കെ വന്നിട്ട് വടക്കേ ഇന്ത്യയിൽ എങ്ങനെയാണ്
കൂട്ടത്തോടെ ബൂത്തിൽ കയറി അവരെയൊക്കെ തോക്കി കൊണ്ടിട്ട് എല്ലാ വോട്ടും അവർ ചെയ്തിട്ട് പോകുമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് രാജീവ് ഗാന്ധി 89 തോറ്റതിന് ശേഷം ആവശ്യപ്പെട്ടു ഇനി അപരിഷ്കൃതമായ ബാലറ്റ് സമ്പ്രദായം ഇന്ത്യയിൽ വേണ്ട എന്ന് ആദ്യമായി പ്രസംഗിച്ചത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ആവശ്യമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന്. അതാണിപ്പോൾ ഈ ചെക്കൻ, ഈ പപ്പുമോൻ പറയുന്നത് അത് വേണ്ട, എൻ്റെ അച്ഛൻ, അപ്പോൾ ഇപ്പം ഞാൻ ചൗധരിയെ ഓർക്കും, എൻ്റെ അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല, രാജീവ് ഗാന്ധി തള്ളിക്കളഞ്ഞ ബാലറ്റ് മതി എന്ന് പറഞ്ഞ ഒരു തരത്തിൽ തന്തയ്ക്ക് പുറക്കഴിയുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന സംവിധാനമാണ് ഈ അതിനെ തള്ളിക്കളയാണ്. അപ്പോൾ അത് തന്തയെ ചോദ്യം ചെയ്യുന്ന തുല്യമാണ്. കാരണം നമ്മൾ ഓർക്കുന്നില്ല, ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിന് പകരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് പറവൂരാണ്. എറണാകുളം ജില്ലയിലെ പറവൂർ പരിശോധിച്ചു. ഏതാനും ചില ബൂത്തുകളിലാണ്. പക്ഷേ അത് കോടതി റദ്ദാക്കി ആ തെരഞ്ഞെടുപ്പ്. കാരണം നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാലറ്റ് വഴി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് നിയമത്തിലുണ്ടായിരുന്നത്. അത് ഭേദഗതി ചെയ്യാതെ വോട്ടിംഗ് മെഷീൻ കൊണ്ട് ആ ഇലക്ഷൻ റദ്ദാക്കിയിരുന്നു. പിന്നീട് നിയമം ഭേദഗതി ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടത്. ഇപ്പോൾ കർണാടകയിൽ സ്ഥിതി എന്താ? കർണാടകയിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണമെന്നാണ് നിയമത്തിലുള്ളത്. അവർ നിയമം മാറ്റിയിട്ട് വീണ്ടും ബാലറ്റ് കൊണ്ടുവരാൻ പോവാണ്. ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു ഭേദഗതി വരുത്തിയിട്ട് വീണ്ടും അവർ നടത്താൻ പോകുന്നതാണ് ഇപ്പോൾ കർണാടക സർക്കാർ പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ആശയത്തിന് ഒരു പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് വരുമല്ലോ. പക്ഷേ മറ്റേ ഇലക്ഷൻ നടക്കില്ല. അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. സുപ്രീം കോടതി ഉൾപ്പെടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ പരിഷ്കരിക്കുമ്പോൾ ഇനിയിപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ട, ബാലറ്റ് മതി എന്ന് വെക്കണം. പക്ഷേ കോൺഗ്രസ് അടിയന്തരമായി വേണ്ട എന്ന് വെക്കേണ്ട ഒരു കാര്യം ഉണ്ട്. രാഹുൽ ഗാന്ധി പറ്റുമെങ്കിൽ രാജ്യവ്യാപകമായി ഒരു വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടത് എന്ത് വേണ്ടെന്ന് നോക്കാനാണെന്നറിയാമോ? ഇലക്ഷൻ ID കാർഡ് വേണ്ടെന്ന് നോക്കണം. പ്രതിനിധിക്കറിയോ, ഇലക്ഷൻ ID കാർഡ് ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ. ആർക്കും പോയി വോട്ട് ചെയ്യായിരുന്നു. 1993 അതായത് ഇപ്പോൾ എത്രയായി? 93, 7, 20, 32 വർഷമാവുന്നുള്ളൂ നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ വോട്ടർ ID കാർഡ് ഉണ്ടായിട്ട്. 93 വരെ ആർക്കും കയറി ചെല്ലാം. നമ്മുടെ വീട്ടിൽ വന്നൊരു സ്ലിപ്പ് തരും. ഈ സ്ലിപ്പുമായിട്ട് നമ്മൾ പോയാൽ പ്രജിതയാണെന്നും പറഞ്ഞ് വേറൊരാൾ പോയാൽ വോട്ട് ചെയ്തു. അങ്ങനെയായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ട് 93 വോട്ടർ ID കാർഡ് വരുന്നത്. ഈ വോട്ടർ ID കാർഡ് വന്നതിന് ശേഷം രാജ്യത്തൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു കണക്ക് പറയാം. 1951 ഇലക്ഷൻ. 1951 ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിലാകെ കിട്ടിയത് 41% വോട്ടാണ്. പിന്നീട് തിരഞ്ഞെടുപ്പ് നടന്ന 57 അത് 48% വോട്ട് കിട്ടി. 62 കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ വോട്ടിംഗ് ഷെയർ 45%, 67 41%, 71 44%, 80 43%, 84 അത് 49%, 91 36%. 91 മാത്രമാണ് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എന്ന് കുറഞ്ഞത്. 91 വരെ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം 91 കഴിഞ്ഞ് 93 ആയപ്പം ഇലക്ഷൻ ID കാർഡ് വന്നു. അതായത് ഇലക്ഷൻ ID കാർഡ് വരുന്നതിന് മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സിന് 40%, 7 തവണ 40% മുകളിൽ വോട്ട് കിട്ടിയിരുന്നു. ഇനി 93 ഇലക്ഷൻ ID കാർഡ് വന്നു. ID കാർഡ് ഉള്ളവർക്കേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വന്നു. അതിനുശേഷമുള്ള കോൺഗ്രസിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഞാൻ പറയാം. 96, 93 വോട്ടർ ID കാർഡ് വന്നു. 96 വോട്ടർ ID കാർഡ് വെച്ചിട്ടുള്ള ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എത്രയാണെന്നറിയാമോ? 91 36% കിട്ടിയ കോൺഗ്രസ്സിന് 96 കിട്ടിയത് 29%, 98 26%, 99 28%, 2004 27%, 2009 29%, 2014 19%. അതാണ് മോദിയുടെ ആദ്യ സർക്കാർ. 19% കിട്ടി. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കോൺഗ്രസിന് കിട്ടിയില്ല. 2024 21%. അതായത് ഇലക്ഷന് വോട്ട് ചെയ്യാൻ ഐഡൻറ്റിറ്റി കാർഡ് വേണം എന്ന് നിയമം വന്നതിന് ശേഷം കോൺഗ്രസ്സിന് ഒറ്റ തവണ പോലും രാജ്യത്ത് 30% വോട്ട് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് 48% വരെ 84 49% വരെ വോട്ട് കിട്ടി. 84 പ്രത്യേകതയുണ്ട്. 84 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് രാജീവ് ഗാന്ധി ആദ്യമായി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്, അതായത് വലിയ സഹതാപ തരംഗം ഉണ്ടായി. അപ്പോഴാണ് 50% തെരഞ്ഞെടുപ്പ്. എന്നിട്ടും നോക്കൂ, ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന അനിഷേധ്യ നേതാവ്
കൊല്ലപ്പെട്ടതിൻ്റെ സഹതാപതരംഗം. പ്രജിത ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ നമ്മൾ വലിയ മഹാനാന്ന് പറയുന്ന TN ശേഷൻ വലിയ പിതൃശൂന്യമായൊരു പരിപാടി ചെയ്തു. അതായത് വലിയ ആദർശ പുരുഷനാണല്ലോ TN ശേഷൻ. ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മരിച്ചു, കേരളത്തിലും സ്ഥാനാർത്ഥികൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കും. ഇത് ശേഷൻ ചെയ്ത കാര്യം എന്നറിയോ? രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ശ്രീപെരുമ്പത്തൂരിൽ. ശേഷൻ അന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കുന്നത്. അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ രാജീവ് ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല മാറ്റിവെച്ചു, ഇന്ത്യയിലെ മൊത്തം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. അതെന്തിനായിരുന്നു? അങ്ങനെയല്ല ചെയ്യേണ്ടത്. രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ടു, ശരി, രാജീവ് ഗാന്ധി മത്സരിക്കുന്ന അമേഠിയിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം. പക്ഷേ TN ശേഷൻ എന്ന് പറയുന്ന ആദർശവാനായി നിങ്ങൾ വാഴ്ത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പും മാറ്റിവെച്ചു. എന്നിട്ട് ഒരു മാസക്കാലം രാജീവ് ഗാന്ധിയുടെ പേരിൽ സഹതാപ തരംഗമുണ്ടാക്കി കോൺഗ്രസിന് വോട്ട് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഇത് തന്നെയാണ് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ സംഭവിച്ചത്. നാടൊട്ടുക്കും ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മവുമായിട്ട് തീവണ്ടികൾ. ഞാൻ ഓർക്കുന്നത് ട്രെയിൻ, ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സമുദ്രങ്ങളിലും പ്രധാനപ്പെട്ട നദികളിലും ഒഴുക്കാൻ തീരുമാനിച്ചു. അന്ന് ഈ മറ്റേ ഇലക്ട്രിക് വണ്ടിയല്ല, ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കറുത്ത വണ്ടിയിൽ കൽക്കരി കുത്തിയിടുന്ന വണ്ടി. ഞാനൊക്കെ കുട്ടിയാണ്. അപ്പം വലിയ ട്രെയിനിൻ്റെ മുന്നിൽ ഇന്ദിരാഗാന്ധിയുടെ വലിയ കട്ടൗട്ടൊക്കെ വെച്ചിട്ട് ഈ ട്രെയിൻ പോകുന്നു. എന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം കൊണ്ടുപോവാണ്. ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം വെച്ചുകൊണ്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പ് കാമ്പയിൻ നടത്തി. രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ നടത്തി. അപ്പോൾ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ആ ഒറ്റ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാതെ ഇന്ത്യ മുഴുവൻ പ്രചാരണത്തിന് സൗകര്യം കിട്ടുമാറി എല്ലാ തെരഞ്ഞെടുപ്പും മാറ്റിവെച്ച ശേഷനെയാണ് നിങ്ങൾ വലിയ നല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. കാരണം അയാളെ നിയമിച്ചത് കോൺഗ്രസ്സാണ്. അന്ന് ഒറ്റ കമ്മീഷനേ ഉള്ളൂ. കമ്മീഷനെ നിയമിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ്സിന് ജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തെരഞ്ഞെടുപ്പും മാറ്റിവെച്ചു. കേരളത്തിൽ വലിയ അടിപറ്റിയത് ഇടതുപക്ഷത്തിനാണ്. കാരണം ഇടതുപക്ഷം ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വീണ്ടും സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കരുതിയിട്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തി. സർക്കാർ കാലാവധി പൂർത്തിയാവും മുമ്പ്. പക്ഷേ രാജീവ് ഗാന്ധിയുടെ സഹതാപ തരംഗത്തിൽ UDF അധികാരത്തിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 84 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം പോലും കോൺഗ്രസിന് ഇന്ത്യയിൽ 50% വോട്ട് കിട്ടിയിട്ടില്ല, 49% കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ പറയുന്നത് പോലെ 1993 വോട്ടർ ID കാർഡ് വന്നതിന് ശേഷം ഒറ്റ തവണ പോലും രാജ്യത്ത് 30% വോട്ട് കോൺഗ്രസിന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തെ കാലത്ത് എങ്ങനെയാണ് 40%, 49%, 48% വോട്ട് കോൺഗ്രസിന് കിട്ടിയത്? വ്യാപകമായി കള്ളവോട്ട് ചെയ്തതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ പതനം ആരംഭിച്ചത് അവർക്ക് കള്ളവോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതായി. എങ്ങനെ ഇല്ലാണ്ടായി? അല്ല, വോട്ടർ ID കാർഡ് വന്നതോടെ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉടൻ ആവശ്യപ്പെടേണ്ടത് ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുകയല്ലേ, പിന്നെ കാർഡൂടെ കാണണം എന്ന് പറയുന്നത് വ്യക്തികളെ അപമാനിക്കല. അതുകൊണ്ട് വോട്ടർ ID കാർഡ് ഇനി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി മാറണം. അതിൻ്റെ തുടക്കം കൂടെ കർണാടകയിൽ തുടങ്ങിയ കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.